യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല, ഞാൻ നിങ്ങളെ വിട്ടുപോകും, ഞാൻ പോകുന്നിടത്തോട്ട് എനിക്ക് വരാനും പറ്റത്തില്ല. പക്ഷെ എന്നെ ഇവിടെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ 3.5 വർഷം യേശു കൊണ്ടു നടന്ന ഈ 12 ശിഷ്യന്മാരോട് പറയുകയാണ്, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയത്തില്ല, ഞാൻ നിങ്ങളെ വിട്ടുപോകും, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാനും പറ്റത്തില്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന 12 പേരുടെ മുഖത്തോട്ട് ആത്മാവിലൊന്ന് നോക്കിയപ്പോൾ ഒരുത്തൻ്റെ മുഖത്തും ഒരു ടെൻഷൻ ഞാൻ കണ്ടില്ല, ഒരുത്തൻ്റെ മുഖത്തും ഒരു ആവലാതി ഞാൻ കണ്ടില്ല. ഒരുത്തനും ചോദിക്കുന്നില്ല, യേശുവേ നീ എവിടെയാ പോകുന്നത്, നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തത്? നോ ടെൻഷൻ അറ്റ് ഓൾ. വചനം വായിച്ചപ്പോൾ ഇവന്മാർക്കൊന്നിനും മുഖത്ത് ഒരു വിഷയവുമില്ല, ഒരു ചോദ്യങ്ങളും ഉയർന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ വചനത്തിൽ കൂടെ ശ്രദ്ധിക്കുമ്പോൾ ഒരു ടെൻഷനും അടിക്കാതെ നിൽക്കുന്നവരുടെ മുമ്പിൽ നിന്ന് യേശു കർത്താവ് നടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരുവൻ അവനെ പിന്തുടർന്നു. 12 പേരിൽ ഒരുവൻ അവനെ പിന്തുടർന്നു. അത് പത്രോസ് അത്രേ. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശു കുറച്ച് കഴിഞ്ഞാൽ എന്നെ കാണില്ല എന്ന് പറഞ്ഞ്, ഞാൻ പോകുന്നിടത്തോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യേശു കർത്താവ് കളമൊഴിയുമ്പോൾ കാഴ്ചക്കാരെ പോലെ 11 നോക്കി നിന്നപ്പോൾ അതിന്റെ അകത്തുനിന്ന് തന്റെ ഇടമുള്ള ഒരു പത്രോസ് ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു, കർത്താവേ നീ എവിടെയോട്ടാണ് പോകുന്നത്? ഇന്ന് പകൽക്കാലം ഈ ചോദ്യം ചോദിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തന്റെ ഇടമുണ്ടോ? യേശു പറഞ്ഞു ഉത്തരം, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കുമെന്ന് യേശു അവനോട് പറഞ്ഞു. സ്തോത്രം. നോക്കണേ, ഇതിന്റെ അകത്തൊക്കെ ആത്മാവിന് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. 11 പേര് തന്റെ ഗുരു എവിടെയോ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രയാസവുമില്ലാതെ, ഒരു ടെൻഷൻ അടിക്കാതെ അവര് തിരിഞ്ഞ് അവരുടെ പാട്ടിന് പോയപ്പോൾ യേശുവിനെ പിന്തുടർന്ന് എന്ന ഒരു പത്രോസ് ചോദിക്കാണ്, യേശുവേ നീ എവിടോട്ടാണ് പോകുന്നത്? അതെനിക്കറിയണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? 11 പേര് ചോദിക്കാത്ത ചോദ്യം എന്തുകൊണ്ട് പത്രോസ് ചോദിച്ചു? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ 3.5 വർഷം 10 വർഷം 15 വർഷം പ്രാർത്ഥനയ്ക്ക് വന്നു എന്നുള്ളതിൽ ഒരു അർത്ഥവും ഇല്ല. നിങ്ങൾ യേശുവിനെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതിലാണ് അർത്ഥമുള്ളത്. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. നിങ്ങൾ 15 വർഷമായിട്ട് റീ ബാബ ചന്ദ്ര പറഞ്ഞ് തുള്ളിച്ചാടി ആരാധിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ആരാധിക്കുന്നവർ യേശു ആരെന്ന് അറിഞ്ഞിട്ട് ആരാധിക്കണം.